ബെഞ്ചാരോ വ്ളോഗിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു വ്യത്യസ്തമായ ഒരു ഐറ്റവുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നേക്കുന്നത്. ഇത്രയും ദിവസം നമ്മൾ എരിയും പുളിയൊക്കെയുള്ള ഐറ്റമാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരുന്നതും. ഇന്ന് അതിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ഈ അരിപ്പായസം അല്ലെന്നുണ്ടെങ്കിൽ ഈ ചെറുപയർ പായസം, അതുപോലെ തന്നെ പരിപ്പ്, അങ്ങനെയുള്ള വെറൈറ്റി പായസമൊക്കെ അട, സേമിയ, ഇതെല്ലാം നമ്മൾ കുടിച്ച് മടുത്തതാണ്. അതിൽ നിന്നുമൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അവൽ പായസം. നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് പരീക്ഷിച്ച് നോക്കാം അല്ലേ? അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ അവൽ പായസം ഉണ്ടാക്കുവാൻ വേണ്ടിയ സാധനങ്ങളാണ് നമ്മൾ മേശപ്പുറത്തെടുത്ത് വെച്ചിരിക്കുന്നത്. അവൽ നമ്മൾ എടുത്ത് വെച്ചേക്കുന്നത് 1 കിലോ അവൽ, ഒരു 2.5 ലിറ്റർ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ആവശ്യത്തിന് ഒഴിക്കാമെന്നുള്ള പ്ലാനിലാണ് വെച്ചേക്കുന്നത്. അതിനുശേഷമായിട്ട് നമ്മൾ 2 ശർക്കരയുണ്ട പാനിയാക്കി വെച്ചേക്കുകയാണ്. അതിനുശേഷം നെയ്യ് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട്, ആവശ്യത്തിന് അതെടുക്കാം. അതുപോലെ തന്നെ മുന്തിരി, അണ്ടിപ്പരിപ്പ്, കപ്പലണ്ടി, പിന്നെ കുറച്ച് ചുക്കും, അതുപോലെ തന്നെ ഏലക്കായും കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇത്ര ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല അവൽ പായസം ഉണ്ടാക്കാൻ പറ്റും. ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷമായിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പ് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ അതിലേക്ക് ഇട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം. അതിന് കപ്പലണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇട്ട് മൂപ്പിച്ചെടുക്കാം. മുന്തിരിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേന് നമുക്ക് ഇത് കോരാം. ഇതൊരു നല്ല ബ്രൗൺ കളറായി നമുക്ക് അത് ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റി വയ്ക്കാം. ആ നെയ്യിലോട്ട് തന്നെ നമ്മൾ എടുത്തു വച്ചേക്കുന്ന അവൽ നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ചൂടാകാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇത് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കതിലേക്ക് നമ്മുടെ ശർക്കര കൊണ്ട് നമ്മൾ പാനിയാക്കി വെച്ചിട്ടുണ്ട്, അതും അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനം തന്നെയാണ് ഈ അവൽ പായസം കേട്ടോ. അല്ലാതെ വലിയ സംഭവമൊന്നുമില്ല. സിമ്പിളായിട്ട് തന്നെ നമ്മൾ അരിയും മറ്റുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നതിന് പകരം അവൽ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത് ഉണ്ടാക്കി കുടിച്ച് കഴിഞ്ഞാലേ അറിയത്തുള്ളൂ. 1 സ്പൂണ് നെയ്യും കൂടെ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് ശർക്കരപ്പാനി നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട്, അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഇളക്കി വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് പാൽ നമ്മൾ എടുത്ത് വെച്ചിട്ടില്ലേ, അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ നമുക്ക് അതിനെ ഇളക്കി ഒന്ന് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ലപോലെ ഒന്ന് കുറുകി വരുന്നുണ്ട് നല്ല രീതിയിൽ. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കിയും കൂടെ കൊടുത്തേക്കണം. ചെറിയൊരു തീ മാത്രം മതി നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടി.
പെട്ടെന്ന് തന്നെ ഇത് അധികം വേഗമൊന്നും ഇല്ലാത്ത സാധനമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആവും. അതുകൊണ്ട് പെരിയ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇടയ്ക്കിടയ്ക്ക്. നമ്മുടെ അവൽ പായസം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാം വെറൈറ്റി ഫുഡുകളല്ലേ, പായസത്തിലാണേലും വെറൈറ്റി ഐറ്റംസ്. ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ അവൽ പായസം, ഇച്ചിരി അവൽ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് അവൽ പായസമൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അവൽ പായസം അപ്പം റെഡി ആയേക്കുവാണ്. ഇത് കണ്ട പരുവായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏലക്കായും ചുക്കും കൂടെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബൗളിലേക്ക് കോരി മാറ്റാം. ഇവിടെ അവൽ പായസം നല്ല കളറായി റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം കേട്ടോ. നമ്മുടെ അവൽ പായസം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഒന്നും പറയാനില്ല, വല്ല പൊളി സാധനമാണ്. നിങ്ങൾ വീട്ടിൽ ഇത് ഉണ്ടാക്കി നോക്കണം. ചൂടാ അണ്ടിപ്പരിപ്പൊക്കെ ഉള്ളതുകൊണ്ടാണ് ചവയ്ക്കുന്നത് കേട്ടോ, അല്ലാതെ അവലിൻ്റെ അകത്ത് ചവയ്ക്കാൻ വേണ്ടി നമുക്കൊന്നുമില്ല. അപ്പോൾ ഇച്ചിരി കൂടെ നിങ്ങൾക്ക് ലൂസായിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ലൂസായിട്ട് പാലോ അല്ലെന്നുണ്ടെങ്കിൽ ശർക്കര പാനിയോ കുറച്ച് കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ലൂസായിട്ടും ഉപയോഗിക്കാം. ഞാനധികം മധുരം ഉപയോഗിച്ചില്ല, ആ 2 ശർക്കര ഉണ്ട മാത്രമേ ഉപയോഗിച്ചുള്ളൂ. എന്നിട്ട് പോലും നല്ല മധുരമുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുവാനും മറക്കല്ല. ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്. നമ്മുടെ അലീന വന്നിട്ടുണ്ട്. അലീനയെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ അലീനെ. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉള്ളത്. ആ, ഇതെന്തോ സാധനം? എന്ത് പായസോ പറഞ്ഞേ? ടേസ്റ്റ് ചെയ്ത് കിട്ടുന്നുണ്ടോ? ഇതാണ് അവൽ പായസം. കുടിച്ചിട്ടുണ്ടോ ഇതിനു മുമ്പേ? ഇല്ല, ആദ്യമായിട്ട്. ആ, എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉള്ളതാ. ആണോ? ആ, നമ്മുടെ ആ ചുക്കിൻ്റെയും ഒക്കെ ആ ഒരു ടേസ്റ്റ്, ഏലക്കയുടെയൊക്കെ നല്ല കുഴപ്പമില്ല, നല്ല പൊളി സാധനമാണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം ധൈര്യമായിട്ട്.